ഹായ് സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ കയ്യിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു സംഭവമാട്ടോ. നമുക്കെല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഇതിന് നല്ലൊരു വേറെ ഇനിയിപ്പോൾ സസ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമില്ല. അതായത് ഈ ഒരു വെള്ളം നമുക്ക് അത്രയും ഗുണമാണ് കേട്ടോ. വേറെ ഇംഗ്ലീഷ് വളം നിങ്ങൾ ഇട്ടിട്ട് പച്ചക്കറി കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രയോഗിച്ച് വെക്കുക. എനിക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്ന രീതി ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾ അതായത് നമ്മുടെ ഈ കയ്യിൻ്റെ പത്തി ഉണ്ടല്ലോ, അത് രണ്ടകലം വെച്ചിട്ട് നമ്മൾ ഒഴിക്കുക കേട്ടോ. അടുത്തൊരിക്കലും ഒഴിക്കരുത്. ഇതിനും അതിൻ്റേതായ പവറുണ്ട്. ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ലിറ്ററോളം നമ്മുടെ സാധാ വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഉദ്ദേശിച്ചത് ഇതിലെ ആ വേസ്റ്റ് വെള്ളമാണ് കേട്ടോ. പുറകിലിരിക്കുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കേട്ടോ. ഇതിന്റെ ഈ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ, വേസ്റ്റ് ഇടുമ്പോൾ ഇതിലൂടെ വെള്ളം ഒഴുകിയിട്ട് ലാശം പുറത്തോട്ട് വരുന്നുണ്ട്. തൽക്കാലം ഒരു സിസ്റ്റം ചെയ്താണ് ഈ ടയർ വെച്ചിട്ട്. അപ്പോൾ ഈ ടയറിന്റെ ഇടയിലോട്ട് ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു വെള്ളം ഒഴിക്കുന്ന സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒഴിച്ചപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുമില്ല, ഈ കാണുന്ന പാത്രങ്ങൾ തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വേസ്റ്റ് ഇടുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇത്. വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ, നമ്മുടെ ഒരു റിലേഷനാണ്. ആളുടെ വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്, നമ്മൾ മേടിച്ചതല്ല. അപ്പോൾ ആൾ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ വേറൊരു തരത്തിൽ ഇവിടെ ചെയ്തു തരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഈ പാത്രം ഉണ്ട്, ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളുടെ ഭാഗം ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിതിങ്ങനെ ചെയ്താണ് കേട്ടോ. ഈ താഴത്തെ ഈ ബക്കറ്റ് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ഹോളടിച്ചിട്ട് ഒരു വാൾവൊക്കെ സെറ്റ് ചെയ്താണ് ഇതിൽ. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം വെച്ചാൽ ഈ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പാത്രം നിറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിതിൽ വേസ്റ്റ് നിറക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഇതിൻ്റെ താഴോട്ട് വന്ന് ആ വെള്ളം ഇതിലോട്ട് വന്ന് ഒഴുകി ചാടി അതാണ് നമ്മൾ എടുത്തിട്ട് ഈ കൃഷികൾക്കും മറ്റും ഉപയോഗിക്കാൻ എടുക്കുന്നത്. വീട്ടുകാരോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഭയങ്കര ഇതാണ്, നമ്മുടെ മയക്ക് കേടാണ്. എത്ര ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നതാണ്. അവർ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റർബാണ്, പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അത് എന്തായാലും ക്ഷമിക്കണം. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ കുറേ ടേക്ക് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതന്നെ ഇങ്ങനെ എടുത്തു പോകുന്നത്. അവർക്ക് ഇതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതാണ് ഫസ്റ്റ്. ഈ ചെറിയ ഇത് കണ്ടോ, പുഴുക്കൾ ഇവിടെ കാണുന്നുണ്ടോ, ഇത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആണ് കേട്ടോ. ഇത് നമുക്കെന്ന് വെച്ചാൽ കോഴികൾക്കൊക്കെ വലുതായി കുറച്ച് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ ഇവരെ ബ്ലാക്ക് നിറത്തിലാവും. അപ്പോൾ ഇതിങ്ങനെ കയറി മുകളിലോട്ട് വരും. അപ്പോൾ ഇവരെ നമ്മളെടുത്തിട്ട് കോഴികൾക്കും മറ്റും കൊടുത്തു കഴിഞ്ഞാലാണ് മറ്റേ നിർത്താതെ മുട്ടയിടും. അത്രയും ഗുണമാണ് ഇതിനുള്ളത്. ഇത് ലാസ്റ്റ് ഇട്ടാണ് കേട്ടോ. ഇതങ്ങനെ കളറ് മാറി വരുന്നുള്ളൂ. ഇത് അതിൻ്റെ മുമ്പ് ഇട്ടതാണ്, ഇത് അതിൻ്റെ മുമ്പ് ഇട്ടതാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നിങ്ങോട്ട് വരും, ഇതിന് മുമ്പ് ഇട്ടതാണ് ഈ കാണുന്നത്. ഇത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ ഒഴിവാക്കിയിട്ട് അതിന് ശേഷം ഉള്ളതാണ്. അതിലൊന്നും കാണുന്നില്ല കേട്ടോ, ഒക്കെ പോയി എടുക്കണു. ഇപ്പുറത്തേലുണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതിലോട്ട് എനിക്ക് എന്തായാലും അധികം അതിലത് ഇട്ടിട്ട്, അതുകൊണ്ട് ഇതിലങ്ങനെ ആ ഒരു പുഴുക്കളില്ല കേട്ടോ. അതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോഴികൾക്കൊക്കെ സെപ്പറേറ്റ് അത് മാറ്റി വെക്കുകയാണെങ്കിൽ കോഴിക്കും താറാവിനും ഒരുപാട് നല്ല പോഷക ഗുണമുള്ള ഒരു തരത്തിലുള്ള ഫുഡാണ് കേട്ടോ. കേട്ടോ ഇത് കളിച്ചാൽ കേട്ടോ, ഇതിലോട്ട് നോക്കാം ഉണ്ടല്ലോ, വൈറ്റ് നിറത്തിൽ. ഇത് ബ്ലാക്ക് കളറായിട്ട് ഒരുപാട് ഉണ്ടാവും ഇതിൽ. അപ്പോൾ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒഴിവാക്കി. പെങ്ങന്മാർ കൊണ്ടുപോകാറുണ്ട്, അവരുടെ വീട്ടിലൊക്കെ കോഴിയുണ്ട്. അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടത്. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ വേസ്റ്റ് വെള്ളം ഉണ്ടോ, ഇതുപോലെ നമുക്ക് വേസ്റ്റ് വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിൽ, അതായത് 1 ലിറ്ററോളം വെള്ളം എടുത്തു കഴിഞ്ഞാൽ 5 ലിറ്ററോളം നമുക്ക് നമ്മുടെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ കുറേ ഇംഗ്ലീഷ് വളം നിങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിനും നല്ലൊരു ഗുണമുള്ള വേറൊരു വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ ചണ്ടി എന്തായാലും കുറേ കഴിയുമ്പോൾ കുറച്ചൊന്ന് ഇതൊക്കെ ഒന്ന് ഒതുങ്ങി ലാസ്റ്റ് കുറച്ച് ഇതായി മാറും. അപ്പോൾ ഈ ഒരു ചണ്ടി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതും ഗുണമുള്ളതാണ്. ഇതിനിപ്പോൾ 3 പാത്രങ്ങളാണ് ഇതിന് കിട്ടിയിട്ട് ഓൾറെഡി.
ഈ പാത്രം എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റത്തെ പാത്രം മാത്രമേ ഇനി ഫില്ലാവാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ പാത്രം ഇത് വേണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും നമ്മളൊരു ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഒക്കെ വന്ന് കൂടണമെങ്കിൽ ഒരു ഗ്യാപ്പ് വേണമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വെച്ചാലും മതി. അതൊക്കെ അത്ര വലിയൊരു ഹോള് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവരിതിൽ മുട്ട ഇട്ടിട്ട് ഒരുപാട് പുഴുക്കൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പുതുതായി വെച്ചതുകൊണ്ടാണ് ഇതിൽ അധികം ഇല്ലാത്തത്. ഞാനെന്തായാലും ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് തുറക്കുകയാണ്. അതിന് മുമ്പ് തുറന്നെടുത്തതുകൊണ്ട് ഇതിലിനി ഉണ്ടോ എന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുറന്നത്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒന്നും കാണാനും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ടയറിൻ്റെ സിസ്റ്റം വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് കൊടുക്കാം. എൻ്റെ അടുത്തില്ല, അതൊരു കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടയർ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പാത്രം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കൃഷികളൊക്കെ ഉള്ള ആൾക്കാർക്കും അതേപോലെ ചെടികളൊക്കെ പ്രേമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ ചാണകപ്പൊടി അതേപോലെ എല്ലുവളം, ഈ മീനിൻ്റെ വളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് കിട്ടും. വേപ്പിമിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പറമ്പുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ആരും ഉപയോഗിച്ച് വെറുതെ മണ്ണ് കേടെടുത്താതിരിക്കുക. അതുപോലെ നമുക്കും അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പല തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ ഉപയോഗിക്കല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പാത്രം ഇതുപോലെ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പാത്രം വെച്ച്, ഒറ്റ പാത്രമായാലും വേണ്ടില്ല, അതിൽ വേസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ ഒരു ഹോൾ അടിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഉയരത്തിൽ വെച്ചിട്ട് ഈ പൈപ്പിംഗ് സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളം ഇതിൻ്റെ എടുക്കാൻ കിട്ടും. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ചണ്ടി വെള്ളം ഊറി ലാസ്റ്റ് ഈ ചണ്ടി കമ്പോസ്റ്റ് പോലെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെടികളിലെ കടക്ക ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. അല്ലാതെ ഡയറക്റ്റ് ഈ വെള്ളം എടുത്ത് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈ വേസ്റ്റ് ഡയറക്റ്റ് നിങ്ങളതിൻ്റെ കടക്ക് ചേർത്തിടുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഉണങ്ങിയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തല്ലാതെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബായ്.